നമ്മുടെ പെസഹാചരണത്തിന് വലിയൊരു ചരിത്രമുണ്ട്. അത് വിമോചനത്തിൻ്റെ ഒരു ചരിത്രമാണ്. നമുക്കറിയാം, പഴയ നിയമത്തിലെ ദൈവജനമായ ഇസ്രായേൽക്കാർ 400 വർഷത്തിലേറെ പ്രവാസികളായി ഈജിപ്തിൽ കഴിഞ്ഞവരാണ്. അവരുടെ അടിമകളെപ്പോലെ കഴിയേണ്ടി വന്ന അവരുടെ ദുഃഖദുരിതങ്ങൾ ദൈവം കേൾക്കുകയും അവരെ രക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അധികാരിയായ ഫറവോയോട് മോശ വഴി ദൈവം കൽപ്പിച്ചു തൻ്റെ ജനത്തെ വിട്ടയക്കാൻ. ആവർത്തിച്ച് ആവശ്യപ്പെട്ടെങ്കിലും ഫറവോൻ തയ്യാറായില്ല. ദൈവം കഠിനമായ ശിക്ഷ ഫറവോനും ഈജിപ്തുകാർക്കും നൽകി. അവരുടെ കടിഞ്ഞൂൽ പുത്രന്മാരെയെല്ലാം സംഹരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ദേവദൂതൻ ഈജിപ്തുകാരുടെ ഇടയിലൂടെ കടന്നു പോവുകയും അങ്ങനെ ഈജിപ്തുകാരുടെ കടിഞ്ഞൂൽ പുത്രന്മാരെല്ലാം കൊല ചെയ്യപ്പെട്ടപ്പോൾ ഫറവോ ഇസ്രായേൽക്കാരെ മോചിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ കടന്നുപോകലിൽ ഇസ്രായേൽക്കൾ രക്ഷപ്പെട്ടത് ഇപ്രകാരമാണ്. ദൈവം പറഞ്ഞിരുന്നു, അവർ ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന് അതിൻ്റെ രക്തം അവരുടെ ഭവനങ്ങളുടെ കട്ടിളപ്പള്ളിയിൽ ചേർക്കണം. അത് കണ്ട് മാലാഖ അവരെ ഒഴിവാക്കിക്കൊണ്ട് കടന്നുപോകും. അങ്ങനെ ആട്ടിൻകുട്ടിയുടെ മരണവും അതിൻ്റെ രക്തവും ഇസ്രായേൽ ഭവനങ്ങളെ രക്ഷിച്ചു. ഇതാ പുതിയ നിയമത്തിൽ അതിൻ്റെ ഓർമ്മ അനുസ്മരിച്ചുകൊണ്ട്, ഈ വിമോചനത്തിൻ്റെ സംഭവം അനുസ്മരിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ എല്ലാ വർഷവും ഈ കടന്നുപോകലിനെ, ഈ മോചനത്തിൻ്റെ കടന്നുപോകലിനെ അനുസ്മരിച്ച് ആചരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെയാണ് കാനാന്തദേശത്തെത്തിയ ഇസ്രായേൽക്കാർ പെസഹ ആചരണം ആരംഭിച്ചത്. ഈ പെസഹ ആചരണത്തിൻ്റെ അനുസ്മരണമായിട്ടാണ് നമ്മുടെ ഇടയിൽ പെസഹ ആചരണം നടക്കുന്നത്. വാസ്തവത്തിൽ പുതിയ നിയമത്തിലെ പെസഹ, യഥാർത്ഥത്തിൽ പെസഹ കുഞ്ഞാടെന്ന് പറയുന്നത് ഈശോ മിശിഹ തന്നെയാണ്. ലോകത്തിൻ്റെ പാപം നീക്കുവാൻ വധിക്കപ്പെട്ട ഈശോ മിശിഹയാകുന്ന, രക്ഷകരാകുന്ന ആ കുഞ്ഞാട്, ദൈവത്തിൻ്റെ പുത്രൻ കുഞ്ഞാട്. അങ്ങനെ പെസഹ ഈശോയെ പെസഹ കുഞ്ഞാടെന്ന് വിളിക്കുന്നു. ഈ പെസഹ കുഞ്ഞാടിൻ്റെ രക്തമാണ്, അതിലൂടെയാണ് മാനവ കുലം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് മോചിക്കപ്പെട്ടത്. ഇതാണ് വാസ്തവത്തിൽ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ അനുസ്മരിച്ച് ആചരിക്കുന്നത്. ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഇസ്രായേൽക്കാരുടെ പെസഹ ആചരണം നടത്തുകയുണ്ടായി. ഈശോയുടെ അന്ത്യത്താഴം അതാണ്. ആ അന്ത്യത്താഴത്തിൽ വെച്ച് ഈശോ പെസഹാചരണത്തിൻ്റെ മധ്യേ ഈശോ പ്രത്യേകമായ ഒരു കാര്യം നടത്തി. അപ്പം എടുത്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. മുന്തിരിച്ചാറ് എടുത്ത് ഈശോ അവർ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കും, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം. അങ്ങനെ ഈശോ പുതിയൊരു പെസഹയ്ക്ക് ആരംഭം കുറിക്കുകയാണ്. പുതിയൊരു ഉടമ്പടി, പുതിയൊരു തുടക്കം. ഇതാണ് വാസ്തവത്തിൽ പെസഹ വ്യാഴാഴ്ച ഈശോയുടെ അന്ത്യത്താഴത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം. ഈശോ ഇതിലൂടെ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയായിരുന്നു, പൗരോഹിത്യം സ്ഥാപിക്കുകയായിരുന്നു.
ഇന്ന് നമ്മുടെ സഭയിൽ ഈ ആചരണം ആണ് സവിശേഷമായ രീതിയിൽ പെസഹ വ്യാഴാഴ്ച നടത്തുക. ഓരോ കുർബാനയർപ്പണവും വാസ്തവത്തിൽ ഇതിൻ്റെ അനുസ്മരണമാണ്. ഇനി നമ്മുടെ ഇടയിൽ പെസഹ വ്യാഴാഴ്ച മറ്റൊരു കർമ്മം നമ്മുടെ കുടുംബങ്ങളിൽ നടക്കാറുണ്ട്. അത് ഇസ്രായേൽക്കാരുടെ പെസഹ ആചരണത്തെ അനുസ്മരിച്ചുകൊണ്ട് കുടുംബനാഥന്മാരുടെ നേതൃത്വത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ നടക്കുന്ന ഒരു ആചരണമാണ്. പ്രത്യേകമായ അപ്പം തയ്യാറാക്കി കുടുംബനാഥൻ കുടുംബാംഗങ്ങളെ എല്ലാം ഒരുമിച്ച് ചേർത്ത് ആ അപ്പം മുറിച്ച് അവർക്ക് നൽകുന്നു. ഈശോ അപ്പം മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിയതുപോലെ ഇവിടെ കുടുംബനാഥൻ അപ്പം മുറിച്ച് അംഗങ്ങൾക്കെല്ലാവർക്കും കൊടുക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകമായ ഒരു പാനീയം തയ്യാറാക്കി അതും നൽകുന്നു. ഇങ്ങനെ കുടുംബത്തിൽ നടക്കുന്ന ഒരു ആചരണമുണ്ട് നമ്മുടെ ഇടയിൽ. അത് പെസഹ വ്യാഴാഴ്ച രാത്രിയിലാണ്. ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് വൈകുന്നേരം കുടുംബത്തിൽ നടക്കുന്ന ഒരു ആചരണം. അത് വളരെ ആദരവോടും ഭക്തിയോടും കൂടിയാണ് നമ്മുടെ കുടുംബങ്ങളിൽ ആചരിച്ചു പോന്നിരുന്നത്. അതിനുവേണ്ടി കരകൂട്ടി ഒരുങ്ങുകയും പ്രത്യേകമായി അതിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുകയും പ്രത്യേകിച്ച് അപ്പം ഉണ്ടാക്കുവാനുള്ള മാവും മറ്റും പ്രത്യേകമായ രീതിയിൽ തയ്യാറാക്കുകയും പ്രത്യേകമായ പാത്രങ്ങളിൽ അത് ഒരുക്കുകയും ഒക്കെ ചെയ്തു വളരെ ഭക്തിപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നിർവഹിക്കുന്ന ഒരു കർമ്മമാണ് ഇത്. അങ്ങനെ യഥാർത്ഥത്തിൽ രക്ഷയുടെ വിമോചനത്തിൻ്റെ ആ പ്രവൃത്തി ആയ ബസുർബാന ദേവാലയത്തിൽ നടക്കുകയും അതിൻ്റെ പഴയനിയമത്തിൻ്റെ ഒരു അനുസ്മരണം എന്ന നിലയിൽ കുടുംബങ്ങളിൽ അത് ആചരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു കൂട്ടായ്മയും കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് വരുന്ന ആ ഒരു അനുഭവമൊക്കെ ഈ പെസഹ നാളിൽ നമുക്ക് ഉണ്ടാകുന്നു. അർത്ഥവത്തായ ഈ ആചരണങ്ങൾ നമുക്ക് വലിയൊരു ആത്മീയ പ്രചോദനമാണ്, ആത്മീയ ശക്തിയാണ്. നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വലിയ ഇടപെടലിൻ്റെ സ്വയം നൽകിക്കൊണ്ട്, സ്വയം കുരിശിൽ ബലിയർപ്പിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായിട്ട് സ്വയം നൽകിയ ആ കർത്താവിൻ്റെ ആത്മബലിയാണ് വാസ്തവത്തിൽ ഓരോ പെസഹായിലും പ്രത്യേകമായിട്ട് അനുസ്മരിച്ച് ആചരിക്കുന്നത്. ആ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേർത്തുകൊണ്ട് നമ്മുടെ സ്നേഹവും കൂട്ടായ്മയും വളർത്തിയെടുക്കുവാൻ കുടുംബത്തിലെ ആചരണവും ആദരപൂർവ്വം നിർവഹിച്ചുകൊണ്ട് ഈ പെസഹ ആചരിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ദൈവങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.